ദൈവമുണ്ടോ എന്നൊരു ചോദ്യം അനേകം ആൾക്കാർ ചോദിക്കുന്നതാണ്. പലർക്കും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട്. കാരണം അവർ എൻക്വയറി ചെയ്യുന്ന രീതി, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻക്വയറി ചെയ്യുന്ന രീതി, അന്വേഷിക്കുന്ന രീതിയിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം അറിവ് നേടുന്നതിനുള്ള പല മാർഗ്ഗങ്ങളിൽ ഒന്നാണ് യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ യുക്തി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ യുക്തി കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം യുക്തി ഈസ് ഓൾവേസ് ഗുഡ്. യുക്തി ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ യുക്തിക്ക് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ജ്ഞാനമാണ് യുക്തിയുടെ പരിമിതി. അപ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ പരിമിതി, അവൻ്റെ കണ്ണുകളുടെ പരിമിതിയുണ്ട്, അവൻ്റെ ഗ്രഹണശേഷിയുടെ പരിമിതിയുണ്ട്, അതുപോലെ തന്നെ ശ്രവണശേഷിയുടെ പരിമിതിയുണ്ട്. ഒരു മനുഷ്യൻ ഒത്തിരി പരിമിതനായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആ പരിമിതമായ ഒരു റീസണിങ് മാത്രമേ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ യുക്തി കൊണ്ട് ദൈവം ഉണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ ഒതുങ്ങാത്ത, നമ്മുടെ പിടിയിൽ ഒതുങ്ങാത്ത, നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത ഒരു കാര്യത്തെ ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന് ഉത്തരം പറയാൻ, കാരണം ബുദ്ധി കൊണ്ട് നോക്കി കഴിയുമ്പോൾ. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ദൈവത്തെ അറിയേണ്ടത്. നമ്മളെക്കാൾ ഉന്നതനായ, നമ്മളെക്കാൾ പെർഫെക്റ്റായ, ഒരു ഊനവുമില്ലാത്ത ദൈവം ആരാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ മെത്തഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ തന്നെ ഒരു മെത്തഡ് വെച്ച് കണ്ടുപിടിക്കാം. എന്നാൽ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരിക്കലും നമ്മുടെ യുക്തി വെച്ചോ ബുദ്ധി വെച്ചോ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മുടെ യുക്തിക്ക് അതീതമായ കാര്യങ്ങളുണ്ട്, യുക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. യുക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും അന്ധവിശ്വാസങ്ങളെന്ന് പറയേണ്ടത്. കാരണം യുക്തി കൊണ്ട് അതിന് യോജിക്കുന്നില്ല, യുക്തി അതുമായി യോജിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നമുക്കറിയാവുന്ന ചെറിയ യുക്തികൾ, അതായത് റാഷണൽ എബിലിറ്റി, അത് യോജിക്കുന്നില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളതിനെ അന്ധവിശ്വാസം എന്ന് പറയും. പക്ഷേ അതേസമയത്ത് യുക്തിക്ക് അതീതമായ കാര്യങ്ങളുണ്ട്, യുക്തി കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത, യുക്തി കൊണ്ട് അളക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ നിഷേധിക്കുന്നതിൽ കാര്യമില്ല, കാരണം അത് നമ്മുടെ യുക്തിയിൽ ഒതുങ്ങുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള എൻക്വയറി എന്ന് പറയുന്നത് യുക്തി കൊണ്ടായി കഴിയുമ്പോൾ പല സമയത്തും നമുക്ക് തെറ്റായ ഉത്തരങ്ങൾ കിട്ടാൻ സാധ്യത ഉണ്ടാകുന്നതിൻ്റെ കാരണം ദൈവത്തെ അങ്ങനെ നമ്മൾ നമ്മുടെ പരിമിതിക്കകത്ത് നിന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു ബീയിങ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും യുക്തിവാദം എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണമായി ഉചിതമായ ഒരു യുക്തിയിൽ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ പരിമിതികൾ കാരണം അത് അസംഭവ്യമാണെന്നുള്ളതാണ്. എന്നാൽ റീസൺ എന്ന് പറയുന്നതിന് അതിൻ്റേതായ ഒരു സത്യത്തിൻ്റെ ഒരു കാവലാൾ തന്നെയാണ് റീസൺ. അത് നമുക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. 4, 3 എപ്പോഴും 7 തന്നെ ആയിരിക്കും, അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. സോ ദർ ആർ സം ബേസിക് തിങ്സ് ദാറ്റ് വിൽ നെവർ ചേഞ്ച്. അപ്പോൾ അതിന് എതിര് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ യുക്തി വിരുദ്ധമായത് എന്ന് പറയും. എന്നാൽ അതുകൊണ്ടൊന്നും മനസ്സിലാകാത്തൊരു കാര്യം വന്നു കഴിയുമ്പോഴാണ് യുക്തിക്ക് അപ്പുറത്തുള്ള കാര്യം. വേദപുസ്തകം എപ്പോഴും ബൈബിളിൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യുക്തിക്ക് ഒതുങ്ങുന്ന ഒരാളായിട്ടല്ല, യുക്തിക്ക് അപ്പുറത്തുള്ള, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യമായിട്ടാണ്. അപ്പോൾ ബുദ്ധിക്ക് അപ്പുറത്തുള്ളൊരു കാര്യത്തെ നമുക്ക് എങ്ങനെ സമീപിക്കാൻ പറ്റും? നമുക്കൊരു സമർപ്പണത്തോടെ മാത്രമേ അതിനെ സമീപിക്കാൻ പറ്റുള്ളൂ. അതായത് എൻ്റെ ബുദ്ധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമർപ്പണത്തിലേക്ക് പോകണം, വിശ്വാസത്തിലേക്ക് പോകണം. അതിനാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് അപ്പോഴൊരു പ്രശ്നമുണ്ട്. അപ്പോൾ യുക്തിക്ക് വിരുദ്ധമല്ലേ ഫെയ്ത്ത് എന്ന് പല ആൾക്കാർ ചിന്തിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം നമുക്ക് ഇത് യുക്തിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവം ഉണ്ട് എന്നുള്ള കൺക്ലൂഷനിലെത്താൻ, വിശ്വാസത്തിലാണ് അത് കൺക്ലൂഷനിൽ എത്തുന്നതെങ്കിലും പിന്നീട് വരുന്ന എല്ലാ കാര്യങ്ങളും യുക്തിയോടെ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് മതങ്ങളിൽ ചുറ്റും ഒത്തിരി യുക്തിയില്ലാത്ത കാര്യങ്ങളുണ്ട്. വളരെയധികം യുക്തിയില്ലാത്ത പോപ്പുലർ മതങ്ങൾ നമുക്ക് ഇന്ന് പല സ്ഥലത്തും കാണാം. അത്ഭുത പ്രവൃത്തികൾ അതായതെന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന കാര്യങ്ങൾ, മിത്തുകൾ കലർന്ന കാര്യങ്ങൾ ഒത്തിരി അടുത്തത് വ്യാപിക്കുന്നുണ്ട്. എന്നാൽ ഈ മിത്തുകളൊന്നും ഇല്ലാതെ നമ്മൾ എന്താണ് ദൈവാന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റിലീജിയനുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത്, അതായത് മതവുമായി സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം ആരാണ്, ദൈവം ഉണ്ടോ എന്നുള്ള വിഷയം. ബൈബിളിൽ പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ദൈവം എന്ന ഒരു ദാഹമുണ്ട് എന്നാണ്. അത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നൽകുന്ന ചില സാമാന്യ വെളിപ്പാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ 2 റെവലേഷൻ വളരെ ശക്തമായിട്ട്, അത് നിങ്ങൾ വേദപുസ്തകം വിശ്വസിക്കുന്ന ആളായാലും അല്ലെങ്കിലും ഈ പ്രകൃതിയിലൂടെ ദൈവം മുൻപോട്ട് വയ്ക്കുന്ന 2 വ്യക്തമായ വെളിപ്പാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന്, ശക്തനായ ഒരു ഡിസൈനർ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുണ്ട്, സൃഷ്ടിതാവുണ്ട് എന്നുള്ളതാണ്. അതായത് ശക്തനായ ഒരാളുണ്ട്. നമ്മളെവിടെ നോക്കിയാലും ദ ഡിവൈൻ പവർ എന്നൊരു റെവലേഷനാണ്. ഒരു ചില ആൾക്കാർ പറയുന്നത് ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഒരു ശക്തി ഉണ്ട് എന്ന് പറയും. ഈവൻ ശാസ്ത്രത്തിനകത്തും ഫോഴ്സസ് എന്ന വാക്ക് വളരെ പ്രധാനമാണ്, അതായത് യൂണിവേഴ്സൽ ഫോഴ്സസ്. അപ്പം ശക്തി ഉണ്ട് എന്നുള്ളത് ഒരു റെവലേഷനാണ്, സകല മനുഷ്യർക്കുമുള്ള റെവലേഷൻ തന്നെയാണ്. അത് ദൈവത്തിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ശക്തി. ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, ബലഹീനരായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇവിടെ മോറൽ ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ശക്തി വളരെ പ്രധാനമാണ്. അതെല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ഇന്നർ സെൻസ് ഓഫ് ഗോഡ്, ദൈവമുണ്ടെന്നുള്ളൊരു ഇന്നർ സെൻസ് ഉണ്ട്. റോമാലേഖനം 1-19 മുതൽ 25 വാക്യങ്ങൾ നമുക്കത് കാണാം. അപ്പോൾ ഒന്നാമത്തെ റെവലേഷൻ, അതായത് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ റെവലേഷൻ ദൈവം ശക്തനാണെന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ റെവലേഷൻ അത് ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ചാണ്. അതായത് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്, എന്ത് രീതിയിലാണ് നമ്മൾ ഒരു നന്മ അല്ലെങ്കിൽ തിന്മ മെഷർ ചെയ്യുന്നത്, അതിനുള്ള പാരഡൈം എന്താണ്, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്.
അപ്പോൾ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ദൈവത്തിന് നല്ലതാണ് ഇഷ്ടം, ചീത്ത ഇഷ്ടമില്ല. അതായത് നീതിയാണ് ഇഷ്ടം, അനീതി ഇഷ്ടമില്ല. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ശക്തനായ ദൈവം. ദൈവത്തിന് ശക്തി ഇല്ലെങ്കിൽ പിന്നെ ദൈവത്തെ കൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല. രണ്ട്, നല്ലവനായ ദൈവം. അതായത് നന്മ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, തിന്മയെ വെറുക്കുന്ന ദൈവം. അത് സ്വഭാവത്തെക്കുറിച്ചാണ്. ഒന്ന് ദൈവത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ചും മറ്റൊന്ന് സ്വഭാവത്തെക്കുറിച്ചും. ഈ രണ്ട് വെളിപ്പാടുകൾ ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും കോമൺ ആണ്. എല്ലാ മതങ്ങളിലും കോമൺ ആണ്. അപ്പോൾ അവിടെ ദൈവം ആരെന്ന് വെളിപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ വേറൊരു സ്വഭാവം വെളിപ്പെടുന്നില്ല. പക്ഷേ ശക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്ന ആ ഒരു ഗുണത്തെക്കുറിച്ചും മാത്രമാണ് പ്രകൃതിയിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ പറയുന്നത്. ഇതിനെ നമ്മൾ പൊതുവായ വെളിപ്പാട് എന്നാണ് പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള പൊതുവായ വെളിപ്പാട്. ഈ പൊതുവായ വെളിപ്പാട് വെച്ച് മാത്രമാണ് ഇന്ന് മിക്കവാറും സഭകളും മതങ്ങളും പോകുന്നത്. കാരണം ഇന്ന് നമ്മൾ ഒരു സാധാരണ ക്രിസ്തീയ സഭയിലേക്ക്, അതായത് പഴയ എസ്റ്റാബ്ലിഷ് ചർച്ചകളല്ല, ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ ചർച്ചയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് ഈ പൊതു വെളിപ്പാടിനെ മാത്രം ആസ്പദമാക്കിയുള്ള സഭകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സൗഖ്യമാക്കും, ശക്തി, ദൈവത്തിൻ്റെ ശക്തി. ദൈവം രോഗങ്ങളെ മാറ്റും, ദൈവത്തിൻ്റെ ശക്തി. ഇതെല്ലാം ശക്തിയാണ്. നമുക്ക് വേണ്ട ശക്തനായ ഒരാളാണ്. ഈ ഭയമുള്ള സാധാരണ മനുഷ്യർക്ക് ശക്തനായ ദൈവത്തെയാണ് ആഗ്രഹം. കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സംരക്ഷിക്കാൻ പറ്റുന്നൊരു ദൈവം. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ദുർബല മനസാക്ഷിയുള്ളവർക്കുള്ളതാണ് ഈ മതം എന്ന് പറയുന്നത്. ഒരു പരിധി വരെ അത് ശരിയാണ്. അങ്ങനെയുള്ളവർ എപ്പോഴും നോക്കുന്നത്, ഈ ദുർബല മനസ്സുള്ള ഒരാൾ എപ്പോഴും നോക്കുന്നത് ഈ ലോകത്തിലെ ജീവിതം നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി, ആവശ്യത്തിന് പണം, ആവശ്യത്തിന് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ തോറ്റുപോകാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ നിന്ന സഹിക്കാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ മാനമായി നടക്കാൻ വേണ്ടി ദൈവത്തെ വേണം. അപ്പോൾ ദൈവം ഇല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല എന്നുള്ളൊരു പേടി. അപ്പം മനുഷ്യൻ്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചുള്ള പേടി കാരണമാണ് ഈ ജനറൽ റെവലേഷനെ സംബന്ധിച്ച് ആസ്പദമാക്കിയുള്ള മതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചർച്ചിലേക്ക് നിങ്ങൾ ചെല്ലുന്നു, ഒരു ന്യൂ ജനറേഷൻ ചർച്ചിലേക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പ്രധാന തീം ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഫിനാൻസസ് എല്ലാം ദൈവം നോക്കിക്കോളും, നിങ്ങൾക്ക് രോഗം വന്നാൽ ദൈവം സൗഖ്യമാക്കിക്കോളും. അപ്പോൾ നമുക്ക് ബലഹീനരായ ആളുകൾക്ക് അത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു ഗുണത്തെയാണ്, ശക്തി എന്ന ഗുണത്തെയാണ് ഏറ്റവും കൂടുതൽ ഈ ഈ മതത്തൊഴിലാളികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പണം അവർക്ക് കൊടുക്കുന്നു, ദൈവത്തിന് പണം ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ ഇടനിലക്കാർക്ക് പണം കൊടുക്കുന്നു. എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോമൺ റെവലേഷൻ അനുസരിച്ച് ദൈവത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കാൻ വേണ്ടി. യേശുക്രിസ്തു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ, സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ, അവിടെ സാത്താൻ പറയുന്നൊരു കാര്യം, നീ കല്ലുകളോട് അപ്പമാക്കി മാറ്റാൻ കൽപ്പിക്കുക. കാരണം നല്ല വിശപ്പുണ്ട്, അപ്പോൾ അവിടെ കല്ലുകൾ കുറേ കിടപ്പുണ്ട്. അപ്പോൾ ദൈവത്തിന് അധികാരമുണ്ട് ഈ കല്ലുകൾ അപ്പമാക്കി മാറ്റാൻ. അപ്പോൾ അവിടെ ആ ഒരു അപ്പമാക്കി മാറ്റൽ, നമ്മുടെ ജീവിതത്തിലെ കഠിനതകളെ മാറ്റൽ, അതാണ് ഇന്നത്തെ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും അത് വേണം, ഉൾഭയമുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മതങ്ങളുണ്ടാകുന്നത്, മതത്തിന് നിങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത്. ഈ കാര്യത്തിൽ പേടിയില്ലാത്ത ഒരാളെ മതത്തിന് ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. അതായത് എക്സിസ്റ്റൻഷ്യൽ ഫിയർ ഇല്ലാത്ത ഒരാളെ മതത്തിന് ഒരിക്കലും ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങളുടെ ഒരാൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ മരിച്ചു പോകുന്നതായിട്ട് കണ്ടു ഒരാഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഹൈന്ദവ മതങ്ങളാണെങ്കിൽ അവർ പറയും എന്തെങ്കിലും ഒരു പൂജയോ കർമ്മങ്ങളോ ചെയ്യാൻ. ഇവിടുത്തെ ഇന്നത്തെ പുതിയ ക്രിസ്ത്യൻ എന്ന് പറയുന്ന കൾട്ടുകളാണെങ്കിൽ അവരെന്തായിരിക്കും പറയുന്നറിയോ? നമുക്കൊരു 7 ദിവസം ഉപവാസം ഇരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന വെക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയം ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടാണ് ഈ പ്രാർത്ഥന വെക്കുന്നത്. അപ്പോൾ ഇയാൾ തിരിച്ചു ചോദിക്കുവാണ്, ക്രിസ്ത്യ വിശ്വാസം അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്, പിന്നെ എന്തിനാണ് മരണത്തെ പേടിക്കുന്നത്? എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, കാരണം ഒരു ദിവസം മരിക്കണമല്ലോ എന്നീ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മതത്തിൻ്റെ പവർ പോയി. പിന്നെ ആ മതത്തിന് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നാളെ സമ്പത്ത് വരുമെന്ന് പ്രവചിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം ഞങ്ങളെ നടത്തിക്കോളൂ. ഓക്കെ, അതില്ലായ്മയിലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അത് എൻജോയ് ചെയ്യാനും അതിൽ ദൈവത്തെ സ്തുതിക്കാനും ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന പ്രവാചകന്മാരുടെ മതം ഇല്ലാതായി പോകും. അപ്പോൾ നമ്മൾ ഭയമുള്ളവരായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഇവർക്ക് നിങ്ങളുടെ മേലെ അധികാരമുള്ളൂ. അപ്പോൾ റിലീജിയൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് ഭയമാണ്. ഒന്നുകിൽ നരകത്തിലുള്ളൂ എന്നുള്ള പേടി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമോ എന്നുള്ള പേടി, അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാതെ പോകും, പെട്ടെന്നുള്ള മരണം ഉണ്ടാകും, നിങ്ങൾ പെട്ടെന്ന് ദുഃഖിതരും ഇല്ലാത്തവരായി മാറും, ആളുകൾ നിങ്ങളെ ദുഷിക്കും അല്ലെങ്കിൽ കളിയാക്കും. ഇങ്ങനെയുള്ള പേടികളാണ് ഈ മതങ്ങളെ പരിപോഷിപ്പിക്കുന്നത്. ലോകത്തിൽ വലിയൊരു പങ്ക് ആൾക്കാർക്കും ഈ ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് കാണുന്ന ഈ പോപ്പുലർ മതം. ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഇന്ന് യാതൊരു ബന്ധവുമില്ല. അത് കർത്താവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പോപ്പുലർ മതം, ഭയത്താൽ ഡ്രിവൺ ആയിട്ടുള്ള പോപ്പുലർ മതവുമായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ബന്ധവുമില്ല. കർത്താവ് ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരാകാൻ വേണ്ടി പുറകെ വരുന്നവരാണ്, അവർ ദൈവരാജ്യത്തിൻ്റെ ട്രൂത്ത് അന്വേഷിക്കുന്നവരല്ല. അപ്പോൾ ഈ ഒരു ഭയം, ഈ ലോകത്തിലെ എക്സിസ്റ്റൻഷ്യൽ ഫിയറുകൾ, ഈ ഭയങ്ങളെ വെച്ചുള്ള ഒരു മാനിപ്പുലേഷനാണ് ഇന്ന് നടക്കുന്ന ഈ പോപ്പുലർ റിലീജിയൻസിലെല്ലാം കാണുന്നത്. അതുകൊണ്ട് തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ചർച്ചിൽ പോകണം. ഈ ചർച്ചിൽ പോയി അവിടുത്തെ യജമാനൻ ആയിട്ട് നിൽക്കുന്ന നല്ല കോട്ട് സ്യൂട്ട് വിട്ട ഏറ്റവും അവിടെ ധനവാനായി കാണപ്പെടുന്ന അവിടുത്തെ പാസ്റ്ററുടെ കയ്യിൽ നിങ്ങളുടെ പണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നില്ലെന്ന് പ്രാർത്ഥിക്കും. ഇത് ദൈവത്തെക്കുറിച്ചുള്ള വളരെ വികലമായ ഒരു പിക്ചറാണ്. ഇങ്ങനെയല്ല ദൈവത്തിൻ്റെ സ്വഭാവം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവം ആരെന്ന് അവർ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ദൈവം ആരെന്നുള്ള വെളിപ്പെടുത്തലാണ് ബൈബിൾ.
ദൈവത്തിന്റെ സ്വഭാവം എന്നുള്ളതിനേക്കാളും ദൈവം ആര്, ദൈവം എങ്ങനെയാണ് മനുഷ്യരോട് ഡീൽ ചെയ്യുന്നത്, എന്താണ് ദൈവത്തിന്റെ സ്നേഹം, ദൈവം മനുഷ്യരെ എങ്ങനെയാണ് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നത്, ഇത് ആ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രാകൃത മതങ്ങൾ, അതായത് മനുഷ്യന്റെ ഭയത്തെ ചൂഷണം ചെയ്യുന്ന പ്രാകൃത മതങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുന്നത്. ഈ പ്രാകൃത മതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഇന്ന് അനേകം എന്താ പറയുന്ന പുതിയ ചർച്ചകൾ, പെന്തക്കോസ്റ്റൽ ചർച്ചകൾ ഈ പ്രാകൃത മതത്തിന്റെ പരിപാടിയാണ് നടക്കുന്നത്. അതായത് എന്താ പറയുന്നത്, മനുഷ്യരെ ഭയം ഉണ്ടാക്കിയിട്ട് മരണം കണ്ടു, ശവപ്പെട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പാമ്പ് കയറി പോകുന്ന കണ്ടു, ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ ഇത് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ കൂടോത്രം ചെയ്ത് പാമ്പിനെ കയറ്റിവിടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയി ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ഇതൊരു വളരെ ദയനീയമായൊരു ചിത്രമാണ് സഹോദരങ്ങൾ. ഇത് വേദപുസ്തകവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ദൈവത്തെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനമാണ് ദൈവത്തെ എങ്ങനെ അറിയണം. ഈ കോമൺ റെവലേഷനിലൂടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയോ? ദൈവം ആര് എന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി വെച്ച്, റിസോഴ്സസ് വെച്ച് ദൈവം ആരെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമല്ലോ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഒരു ഇന്നർ ദാഹം ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഈ ഇന്നർ ദാഹം പലപ്പോഴും ആൾക്കാരെ വഴിതെറ്റിച്ചാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കാരണം മനുഷ്യർക്ക് അവൻ്റെ മെഷറിലുള്ളൊരു ദൈവത്തെ വേണം. എൻ്റെ മെഷറിനകത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ് എനിക്ക് ഈസി. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയുന്ന ഒരാളെക്കാളും ഞാൻ അളക്കുന്നതിനോടൊപ്പം അളക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ, എന്നെപ്പോലെ എൻ്റെ അതേ സ്വഭാവമുള്ള ഒരാൾ, ഇപ്പം എൻ്റെ അയൽവക്കക്കാരൻ എനിക്ക് ശത്രുക്കളാണെങ്കിൽ അവരെ ശത്രുക്കളായി തന്നെ കാണുന്ന ദൈവം, എനിക്ക് അവരുടെ 2 പൊട്ടി കൊടുക്കണമെന്ന് ആഗ്രഹം തോന്നുവാണ്, എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വിശ്വാസി ആയതുകൊണ്ട്, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുന്ന പാവമായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് ദൈവം ചെയ്തോളും എന്നുള്ള ചിന്ത, ഇതെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് കാണിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ സ്വഭാവമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് പെർഫെക്റ്റ് ആണെന്നാണ്. അപ്പോൾ ദൈവം ആരെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ മനുഷ്യർ പോയി ചാടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സാമാന്യ ബുദ്ധിയോടെയും കൂടെ കുറച്ച് ചിന്തിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഭയത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയാണോ? ആ ഭയം സോൾവ് ചെയ്ത് തരാവുന്ന നിങ്ങളെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യൻ പൈസ മേടിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രത്യേക ആക്സസ് ഉണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നുള്ള ഭാവത്തിൽ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? നിങ്ങൾ വലിയൊരു വഞ്ചനയ്ക്കകത്താണ് പെട്ടിരിക്കുന്നത്. നിങ്ങൾ പോകുന്ന പള്ളിയിൽ ഇത് തന്നെയാണോ കേൾക്കുന്നത്? ഇന്ന് തന്നെ ആ പരിപാടി നിർത്തിക്കോ. കാരണം അത് ക്രിസ്തുവുമായോ ക്രിസ്ത്യാനിയുമായോ ക്രിസ്തീയ വിശ്വാസമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദാഹത്തെക്കുറിച്ചാണ്. പക്ഷെ ആ ദാഹം ഞാൻ നേരത്തെ പറഞ്ഞത് കോമൺ വെളിപ്പാടായതുകൊണ്ട് അത് വഴിതെറ്റി പോകുന്ന രീതിയിലാണ് മനുഷ്യൻ അതിനെ ഉപയോഗിക്കുന്നത്. കാരണം അവനെ തന്നെയാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നതും അന്വേഷിക്കുന്നതും. ദൈവം ആരെന്നും ദൈവത്തിന് ഇഷ്ടമെന്നും അറിയുക എന്നുള്ളതല്ല, അവൻ്റെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോപ്പുലർ റിലീജിയൻ ആണ് ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ആ പ്രൈമറി വെളിപ്പാട് കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നില്ല, എന്നാൽ വ്യക്തമായി അറിയാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് അറിയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ വ്യക്തമായ അറിവുകൾ നമുക്ക് ലഭിക്കും, ക്ലിയറായ കൃത്യമായ അറിവുകൾ. പക്ഷെ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ആ ദൈവത്തെക്കുറിച്ചുള്ള വളരെ കുറച്ച് മാത്രമുള്ള അറിവുകൾ നമുക്ക് പൂർണ്ണമായും വ്യക്തമായും ലഭിക്കും. അത് വേദപുസ്തകത്തിലുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചവനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ അറിയുന്നതാണ് ജീവൻ. ദൈവം ആരാണെന്ന് അറിയുന്നതാണ്. ഇറ്റ് ഇസ് പോസിബിൾ ടു നോ ഗോഡ് ട്രൂലി, പേഴ്സണലി ആൻഡ് സഫിഷ്യൻ്റ്ലി, ബട്ട് നെവർ കോംപ്രിഹെൻസീവ്ലി. അതായത് നമുക്ക് അറിയാൻ പറ്റും, ക്ലിയറായിട്ട് അറിയാൻ പറ്റും, വേണ്ടത്ര അറിയാൻ പറ്റും. എന്നാൽ നമുക്ക് ഒരിക്കലും അത് പൂർണ്ണമായിട്ടും ഒരു കോംപ്രിഹെൻസീവായിട്ട് നമുക്കത് പൂർണ്ണമായി എല്ലാം തീർന്നു എക്സോസ്റ്റീവ് ആയിട്ടുള്ള അറിവ് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ഒരു മനുഷ്യന് ഉണ്ടാവുകയില്ല. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായും, അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, പൂർണ്ണമായും മനസ്സിലാക്കാൻ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പോലും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവം അനന്തമായ സ്വഭാവങ്ങളുള്ള ആളും നമ്മൾ ഒരു പരിമിതിക്കുള്ളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുമാണെന്നുള്ളതാണ്. അതുകൊണ്ട് അനന്തമായ നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യവും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ ഒന്നും നമുക്ക് പൂർണ്ണമായ ഒരു അറിവ് ഒരു വിഷയത്തെക്കുറിച്ച് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഗുണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അതുകൊണ്ടാണ് ഇതിന് യുക്തിക്കെതിരെ എന്ന് പറയുന്നത്. ഒരിക്കലുമല്ല. എന്തുകൊണ്ടല്ലെന്ന് വെച്ചാൽ യുക്തി ഒരിക്കലും ഭേദിക്കാത്ത രീതിയിലാണ് ക്രിസ്ത്യാനിറ്റി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന ആ യുക്തിയില്ലാത്ത മതത്തിന്റെ പ്രകടനങ്ങളല്ല വേദപുസ്തകത്തിലുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് ഈ ഏതാനും ബൈബിൾ ക്ലാസ്സുകൾ ചിലവഴിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മുടെ പാപമാണ്. ദൈവത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം വി ആർ ലിമിറ്റഡ് ആൻഡ് ഫാളൻ. വി ഡോണ്ട് ഹാവ് എ പെർഫെക്റ്റ് എക്സിസ്റ്റൻസ്. നമുക്കൊരു പെർഫെക്റ്റ് ബുദ്ധിയില്ല. ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്ന കാണാൻ പറ്റുന്ന കണ്ണിന് ഗോചരമായ ഒന്നും ഒരു പെർഫെക്റ്റ് കണ്ടീഷനിലല്ല ഉള്ളത്. എല്ലാത്തിനും ഇംപെർഫെക്ഷൻ നിറഞ്ഞ അവസ്ഥയിലാണ്. ദിസ് ഈസ് കോൾഡ് ഫാളൻനെസ്. അതായത് വി ഹാവ് എ ഫാളൻ യൂണിവേഴ്സ്. നമുക്കറിയാം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട്. ബുദ്ധിയുടെ കാര്യത്തിലുണ്ട്,
ഇമോഷൻസിന്റെ കാര്യത്തിലുണ്ട്, ഫിസിക്കൽ എബിലിറ്റിയുടെ കാര്യത്തിലുണ്ട്. വി നെവർ ഫൈൻഡ് എ പെർഫെക്റ്റ് ബീയിങ്, കംപ്ലീറ്റ് ഇൻ ഇന്റലിജൻസ്, കംപ്ലീറ്റ് ഇൻ ഹെൽത്ത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ബീയിങ്ങിന് ഒരിക്കലും നമ്മൾ കാണാൻ നമുക്ക് സാധിക്കില്ല. മനുഷ്യനുള്ള ഇംപെർഫെക്ഷനും അവൻ്റെ അറിവിനുള്ള പരിമിതിയും അവൻ്റെ ലിമിറ്റേഷൻ, എന്തുമാത്രം അറിയാൻ പറ്റും എന്നുള്ളതിൻ്റെ ലിമിറ്റേഷൻ കൊണ്ടാണ് ദൈവത്തെ അവൻ അറിയാൻ സാധിക്കാത്തത്. കാരണം ഗോഡ് ഈസ് എബവ് ഹിം, ഗോഡ് ഈസ് എബവ് മാൻ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ പാപം എന്ത് ചെയ്യുന്നു? പാപം രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവിനെ തടയുന്നു. മറ്റൊന്ന്, ദൈവം ഉണ്ടെന്ന് നമ്മുടെ ഉള്ളം പറഞ്ഞാലും അത് നമ്മളെ കൊണ്ട് ദൈവം ഇല്ല എന്ന് ഡിനൈ ചെയ്യിപ്പിക്കുന്ന ഒരു പവർ പാപത്തിനുണ്ട്. അതായത് ഈവൻ ഇഫ് ദർ ഇസ് എൻ ഇന്നർ കോൺഷ്യസ്നെസ് ഓഫ് ഗോഡ്, അതങ്ങനെ ഇല്ല എന്ന് വരുത്താൻ പാപത്തിന് നമ്മളെ നിർബന്ധിക്കാൻ സാധിക്കും. അതായത് സിൻ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് നോ വൺ വാച്ചിങ് ഓവർ യു. നിങ്ങളെ ആരും നോക്കിയിരിക്കുന്നില്ല, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം ഇതിനുള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ പാപം എന്ത് ചെയ്യുന്നു? ദൈവം എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള റെവലേഷനെ ഭയപ്പെടുന്നു. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ദൈവത്തെ അറിയാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പൊ ദൈവത്തെ എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ ഇങ്ങനെ വരും. എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? ദൈവത്തെ നമുക്ക് ഒരു സർജറി ടേബിളിൽ കിടത്തി പരിശോധിക്കാൻ പറ്റത്തില്ല. ബൈബിളിലൂടെ വെളിപ്പെട്ട് വന്നിരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. അതായത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും, ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ. ദൈവം ആരാണ്, ദൈവത്തിന് എന്തെല്ലാം സ്വഭാവങ്ങളുണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിലെ പല 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 വാക്യങ്ങളിലൂടെ എടുത്തിട്ടാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മാത്രം ഉണ്ടാകാൻ പറ്റുന്ന ചില സ്വഭാവങ്ങളുണ്ട്, ചില പ്രകൃതങ്ങളുണ്ട്. ഈ പ്രകൃതങ്ങൾ വേദപുസ്തകത്തിൽ മനസ്സിലാകുമ്പോൾ അതിന്റെ ലോജിക്ക് പെർഫെക്റ്റ് ആണ്. കാരണം ദൈവം ആരാണ് എന്നുള്ളതിന്റെ തുടർന്ന് വരുന്ന ഒരു ലോജിക്ക്, ഒരു പെർഫെക്റ്റ് ലോജിക്ക് നമുക്ക് ഉണ്ട് എല്ലാത്തിനും. വൈ യു ഷുഡ് ബി എ മോറൽ ബീയിങ്, വൈ യു ഷുഡ് ബി ഓണസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഒരു പെർഫെക്റ്റ് ഉത്തരം ഈ ദൈവത്തിന്റെ മോറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ദ മോറൽ ആർഗ്യുമെന്റ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവം ഉണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള മൊറാലിറ്റിയുടെ ബേസിസിലുള്ള ഒരു ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ ക്യാരക്ടർ എന്തെന്നറിയുക, ദൈവം എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മളിലേക്ക് പകർത്തുന്നതെന്ന് അറിയുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളാണ് ദൈവത്തിനുള്ളത്. ഒന്ന്, നമ്മളിലേക്ക് പകർത്താൻ പറ്റാത്ത ദൈവത്തിന് മാത്രം യുണീക്കായിട്ടുള്ള ആ സ്വഭാവ ഗുണങ്ങളെയാണ് നമ്മൾ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അതായത് അതിവിശുദ്ധ ഗുണങ്ങളാണത്, പരിശുദ്ധ ഗുണങ്ങൾ, ദൈവത്തിന്റെ പരിശുദ്ധ ഗുണങ്ങളാണ്. അതായത് ഇറ്റ്സ് നോട്ട് ഷെയർഡ് വിത്ത് അസ്. ദൈവം അത് നമ്മളുമായിട്ട് ഒരിക്കലും പങ്കുവെക്കുന്നില്ല, അങ്ങനെ പങ്കുവെക്കാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും എത്ര ഗ്ലോറിഫൈഡ് സ്റ്റേജിലും ഒരു മനുഷ്യന് ഇങ്ങനെ ആകാൻ സാധിക്കില്ല. ഓക്കെ, ഒരു മനുഷ്യ പ്രകൃതമുള്ള ഒരാൾക്ക് ഒരിക്കലും സാധിക്കാത്ത ആ ഗുണങ്ങളെയാണ് നമ്മൾ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, അതായത് ദൈവം നമ്മളിലേക്ക് പകർത്താത്ത ഗുണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ ദൈവം നമ്മളിലേക്ക് പകർത്തുന്ന ചില ഗുണങ്ങളുണ്ട്, അത് മോറൽ ആട്രിബ്യൂട്ട്സ് ആണ്. അതായത് ദൈവത്തിന്റെ സന്മാർഗ ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ, സ്നേഹം, കരുണ, ഇതൊക്കെ ദൈവം നമ്മളിലേക്ക് തരുന്നതാണ്, പകരുന്നതാണ്. ക്രിസ്തുവിൽ നമുക്ക് ഈ ലോകത്ത് കർത്താവ് ജീവിച്ചപ്പോൾ ക്രിസ്തുവിൽ വിസിബിൾ ആയിരുന്ന എല്ലാ ഗുണങ്ങളും കർത്താവ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാത്ത ഇൻകമ്മ്യൂണിക്കബിൾ ഗുണങ്ങൾ കർത്താവിന് ഉണ്ടായിരുന്നെങ്കിലും അത് പലപ്പോഴും കർത്താവ് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, കർത്താവ് ഒരു മനുഷ്യനായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവം എന്നുള്ള അനേകം എവിഡൻസ് കർത്താവ് കാണിക്കുന്നുണ്ട് ത്രൂ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. പക്ഷെ അതേ സമയത്ത് തന്നെ അത് ഹൃദയം അറിയുക, ഹൃദയത്തിനകത്ത് ചിന്തകൾ അറിയുക, അതൊന്ന് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സിന്റെ ഭാഗമാണ്. ദൈവത്തിന്റെ ഫുൾ നോളജ്, ഓംനീഷ്യൻസ് എല്ലാം അറിയുന്ന ദൈവത്തെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും കർത്താവ് അവന്റെ ലൈഫിലൂടെ, നമ്മളുമായിട്ടുള്ള ബന്ധത്തിലല്ല, ഇവൻ ഹി വാസ് ലിവിങ് എ ലൈഫ്, ആ ലൈഫിലൂടെ കർത്താവ് പിതാവിന് മുന്നിൽ ജീവിച്ച ആ ജീവിതം വെച്ച് നോക്കുമ്പോൾ അത് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത്. സ്നേഹത്തെക്കുറിച്ചാണെങ്കിലും, കരുണയെക്കുറിച്ചാണെങ്കിലും, ക്ഷമയെക്കുറിച്ചാണെങ്കിലും, അനുസരണത്തെക്കുറിച്ചാണെങ്കിലും, ദീസ് ആർ ഓൾ കമ്മ്യൂണിക്കേറ്റഡ് ടു അസ്. അത് നമുക്ക് വേണ്ട ഗുണങ്ങളാണ്. അതിന് നമ്മൾ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നിടത്തോളം നമ്മൾ വിശദീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി മാറുകയും ചെയ്യും. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അറിവ്. ദൈവം നമ്മെ അതിന്റെ അറിവിന്റെ ആഴങ്ങളിലേക്ക് നടത്തുമാറാകട്ടെ. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടർന്നും പരിശോധിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ സ്വഭാവങ്ങൾ എന്തെന്ന് കർത്താവെ, ആ സ്വഭാവ സവിശേഷതകൾ കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ദൈവമേ, അങ്ങനെ ഒരു പൂർണ്ണനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ.
കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്.